നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ എങ്ങനെയാണ് KYC അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ രണ്ട് ആപ്ലിക്കേഷൻസ് നമ്മൾ മൊബൈലിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഹെലോ BPCL എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഈ ആപ്പ് നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ആൻഡ്രോയിഡിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കാം. ഇപ്പോൾ ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു ബ്ലൂ സ്ക്രീൻ വരും. ഇവിടെ ഭാരത് ഗ്യാസിൻ്റെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആദ്യം കാണിച്ചു തരിക. അപ്പോൾ ഇവിടെ നമുക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വലത്തോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഒരു 4 പ്രാവശ്യം നീക്കുമ്പോൾ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് വരും. ഇനി ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു OTP മെസ്സേജ് വരും. ആ OTP മെസ്സേജ് കൊടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി നമുക്കൊരു പാസ്വേഡ് ഉണ്ടാക്കണം. ഒരു 4 അക്ക പിൻ നമ്പറാണ്. അപ്പോൾ ഇത് നമ്മളൊരു പിൻ നമ്പർ ഒരു ഇടവിട്ടിട്ടുള്ള ഏതെങ്കിലും നമ്പർ കൊടുക്കുക. 1 2 3 4 എന്ന് കൊടുക്കരുത്. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ ഡൺ എന്ന് കൊടുത്ത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇനി നമ്മൾ കൊടുത്ത പിൻ നമ്പർ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് വരാം. അപ്പോൾ ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് എന്തെല്ലാം സർവീസുകളാണ് കൊടുക്കുന്നത് നമുക്ക് 1 by 1 ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് അടിക്കാം. ഇവിടെ നമ്മൾ നടുക്കിൽ വന്ന് നോക്കുകയാണെങ്കിൽ നിലവിൽ എത്ര രൂപയാണ് ഒരു ഗ്യാസ് സിലിണ്ടർ റേറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ തൊട്ടടുത്ത് നമുക്ക് കണ്ടില്ലേ ഒരു വ്യൂ മോർ എന്ന് കാണുമ്പോൾ നമുക്കവിടെ കുറേ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം താഴത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതൊന്ന് എല്ലാം ഗോട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അവിടെ കാണുന്ന കംപ്ലീറ്റ് KYC എന്ന് കണ്ടില്ലേ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KYC പ്രൊസീഡിങ് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ് പോവുക. അപ്പോൾ നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു OTP മെസ്സേജ്, നമ്മൾ ആധാർ ബേസ്ഡ് ആണ്. അപ്പോൾ നമുക്കൊരു ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP മെസ്സേജ് വരും. അപ്പോൾ ഈ OTP മെസ്സേജ് നമ്മളിവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആധാർ ബേസ് ചെയ്തിട്ടാണെന്നുള്ളൊരു ഡിസ്ക്ലെയിമർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ടിക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ വേണ്ടത്. അതായത് നമ്മുടെ ആധാർ ഫേസ് RD എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം നമ്മുടെ മൊബൈലിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് നമ്മുടെ കംപ്ലീറ്റ് KYCയിലേക്ക് വരിക. അപ്പോൾ ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് രണ്ടാം വട്ടം ചോദിക്കുന്നത്. ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അങ്ങനെ ചോദിക്കില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ടിക്ക് മാർക്ക് ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ KYC ചെയ്യുന്ന ഇത് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പുകളാണ് പറയുന്നത്. അപ്പോൾ ഒരു റൗണ്ട് വരും. അപ്പോൾ ആ ഒരു റൗണ്ട് സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫേസ് കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കണം, നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം. നമ്മളിങ്ങനെ സൺഗ്ലാസുകളൊന്നും ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല. അതേപോലെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ കണ്ണൊന്നും ഇങ്ങനെ ഇമ വെട്ടണം. കണ്ണിങ്ങനെ ഇമ വെട്ടിയാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ഒരു സർക്കിളാണ് വരിക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മുടെ സെൽഫി ക്യാമറ, ഫ്രണ്ടിലെ ക്യാമറയാണ് എനേബിൾ ആയിട്ട് വരിക. വേണമെങ്കിൽ നമുക്ക് ഈ റൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ ക്യാമറയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമുക്ക് ബാക്കിലെ ക്യാമറ ആണെങ്കിൽ നമ്മൾ ആരുടെയാണോ KYC ചെയ്യേണ്ടത് അവരുടെ ഫോട്ടോ കറക്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടും. ഒന്ന് കണ്ണ് ചിമ്മണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ KYCൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഭാരത് ഗ്യാസ് കൈവശമുള്ള ആളുകളുടെ KYC ചെയ്യുന്നത്. മറ്റുള്ള ഗ്യാസിൻ്റെ ഇതുപോലെ ഓപ്ഷൻസ് വന്നിട്ടില്ല. വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.